അച്ചേട്ടാ, എന്താ അച്ചേട്ടാ ഇത്? എന്ത് പറ്റി? പറയാം, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. മോനുറങ്ങിയോ? വീണ്ടും തുടങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിനായിരുന്നു എന്നെ മോനെയും പിടിച്ച് സത്യം ചെയ്തത്. എനിക്കറിയാം ഇതൊന്നും ഒരിക്കലും അച്ചേട്ടന് നിർത്താൻ പറ്റില്ലെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പുതിയതായ എത്തിയ അയക്ക് പലതും തെളിയിക്കാനുണ്ടായിരുന്നു. അതിനെ എന്നെ തല്ലിച്ചതച്ചത്. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാനെല്ലാം സഹിച്ചത്. എല്ലാം അനാവശ്യമായി കണ്ടവരെല്ലാം പിടിച്ചടിക്കുമ്പോ സഹിച്ചു നിൽക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? അച്ചേട്ടൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത്രമാത്രം. സർ, നമ്മുടെ വണ്ടി സാധനങ്ങളും സി ജോയ് മാത്യു കസ്റ്റഡിയിലെടുത്തു. ജോയ് മാത്യു അല്ലേ? ഐ ആം സേതുരാമയ്യർ. അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്. വരൂ. പാറശാലയിൽ നിന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തെന്ന് അറിഞ്ഞു. ഇരിക്കും. ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അത് ശരിയല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാലിച്ച് നിൽക്കുന്ന കാക്കിക്കുപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നട്ടലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത്. ഐ മീൻ എ ബ്രേവ് യങ് മാൻ. കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ. ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടു. വളരെ ചെറിയ സാധനമല്ലേ, വെറും 3 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ. ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളായി എന്റെ വയറ്റിപ്പഴപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്തോളാം. അപ്പോട്ടെ നേരെ. ഇതെന്റെ ഒരു ചെറിയ പാരിതോഷികം. ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാ പോലീസുകാരെയും നിങ്ങൾ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷേ ജോയ് മാത്തുവിനെ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാനാവില്ല. ഞാൻ ആരാണെന്ന് അറിയാം. കാഞ്ഞിരപ്പറമ്പിൽ ചെത്തുകാരൻ ഭാർഗവൻ മകൻ സദാനന്ദൻ സേതുരാമ അയ്യരായി അവതരിച്ച കഥ നാട്ടുകാർക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് എനിക്കറിയാം. 18-ാം വയസ്സിൽ പാണാങ്കുറിച്ച് ഇന്ന് കള്ളവണ്ടി കയറിയ സദാനന്ദൻ എന്ന ഈർക്കിളി പയ്യൻ ഇപ്പോ തടിച്ചു കൊഴുത്ത് സേതുരാമ അയ്യരായ ചരിത്രം ഇനിയും ഞാൻ വർണ്ണിച്ചാൽ നാറും. വേണോ? സിന്ധു, അല്ല വിവാഹവാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയപ്പാ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസം ഉണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെവിടെ? ഉറങ്ങ. ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട്. ചക്കര. ശരി. എന്താ വേണ്ടേ? വേണം. ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട.
ഈ അടപ്പൊന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തിച്ചാമ്പലാകും. ആ, ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. എത്രയായി? ദാ. ആ സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ആട്ടോ. ഹലോ, ഒന്ന് നിക്കണേ, സഞ്ചി മതി. ആഹാ. ആ പോട്ടെ. അച്ഛ വരൂട്ടാ. അച്ഛ ഇപ്പൊ വരൂടാ. അതും മോന്റെ അച്ഛനല്ല. നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളെ പറ്റിക്കോ മോന്റെ അച്ഛൻ? എത്രയായി? നേരെ വൈകിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മോനെ പറ്റിച്ചു. കേട്ടോടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സന്തോഷായി ചേട്ടാ. ഇത് ഹൃദയം പിടിച്ചേ, ഞാനതൊക്കെ എടുത്തു വെക്കട്ടെ. അല്ല, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യയൊന്നും ഇല്ലേ? വന്ന് കയറിയല്ലുള്ളൂ. എല്ലാം റെഡി. 2 തരം പായസം ഞാൻ അച്ചോട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരെ? ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ? എന്താ സംശയം? മോനെ, ഇല്ല 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 ഇല്ല. നമുക്ക് പോവാം, നമുക്ക് നോക്കാം. ഓ, എന്തൊരു വാശ ചെയ്ത്. നീ ഒന്ന് പിടിച്ചേ. അവിടെ അങ്ങനെ ഞാനൊന്ന് മാറ്റി. കരയാതെ മോനെ. എന്താ മോനെ ഇത്? അച്ചുവേട്ടാ, അതാ വരുന്നു. കരയല്ലേ കരയല്ലേ. എന്താടാ ഇവനൊന്ന് പുറത്തു കൊണ്ടുവയ്ക്കേ. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വാ, നമുക്ക് പോവാം. അതൊന്നും വേണ്ട, വാ. വേണ്ടടാ, കരയുണ്ട്. നോക്കി എന്തിനാ മോൻ കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? എന്താടാ ഇത്? ഉസ്താദ്, ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചതാ. മോൻ ഇതുവരെയായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ നട്ടപ്പാടി പോവാ. എന്താ? അമ്മേനെ ഒന്ന് കാണണം. മോനെ ദേ നോക്കിയേ, ഇതെന്താ? അതെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. സിന്ധു, മാമന് തെറ്റി തരാട്ടാ. മണിയനത് എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നീ എന്തിനാ കരയുന്ന വെറുതെ? പെങ്ങളല്ലാണ്ട് ഉസ്താദിന്റെ അടുത്ത് മോനെ കൊടുക്കോ? അവൻ അട്ടപ്പാടിക്ക് പോവാ. എവിടെയും പോകുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ബസ് പോവും. അപ്പൊ നാളെ പോവാം. ഇത് കണ്ടോ, അവൻ കൊണ്ടുവന്നാ. എന്തിനാ മണിയാ ഇതൊക്കെ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ പെങ്ങളെ? ഇത് പിടിച്ചേ. എന്താടാ ഇവന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ഇടിക്കുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എന്താടാ ഇത്? വീടടാ മോനെ. അമ്മ പോട്ടെ. വീടടാ മോനെ. സിന്ധു, ഇത് കൊണ്ടുവയ്ക്കോ. കുട്ടാ, അമ്മ പോയി ചോറൊക്കെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വരുമ്പോ നിനക്കൊരു സമ്മാനം കൊണ്ടുവരും.
ആയിട്ട് കുറുമ്പ് കാണിക്കാണ്ട് നിൽക്കണട്ടാ. കാലേ. ആ, ആ.